നമ്മൾ വാർത്ത കണ്ണുനീരിനെ നാം കണ്ട കാഴ്ചകളിൽ കേട്ട കേൾവികളിൽ കാരിരുമ്പിൻ്റെ മുള്ളാണികൾ തുളച്ചുകയറിയിരുന്നു. കാലം രണ്ടായി നാം പകുത്തു. നമ്മൾ ആശ്വാസം പൂണ്ടു. പക്ഷേ ചിന്തകളേറ്റിയ ശിരസിൽ അണിയിച്ചു കിട്ടിയ മുൾക്കിരീടത്തിൽ നിന്നും ഊർന്നിറങ്ങിയ ചുടുചോര കണ്ണുനീരിൽ കുതിർന്നുകൊണ്ടേയിരുന്നു. മൂല്യച്യുതികളുടെ വിഭ്രാന്തിയിൽ പടർന്നിറങ്ങിയ കണ്ണുനീരിൻ്റെ ആ ചോരത്തുള്ളികൾ സന്തോഷാശ്രുക്കളുടെ തെളിനീരായി പകർന്നു തരാൻ കരുതലോടെ ഒരാൾ കാവലുണ്ടായിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ചെറുനാടകം മൺമറഞ്ഞേക്കാവുന്ന പഴയ ചില നാടൻ കലാരൂപങ്ങളെ കൂടെ കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കെരൂബിൻ്റെ കരുതൽ. നാടകം ആരംഭിക്കുന്നു. പൈലി, ഡാ പൈലി. അപ്പച്ച വരണം വരണം, ഇരിക്ക്. എന്റെ മേരി കൊച്ചേ, ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടാതെ. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, അവനിങ്ങ് എത്തുന്നേ. അത് പറഞ്ഞപ്പോഴാ അവനിപ്പ എത്ര വയസ്സായി എന്നാ? 32 വർഷങ്ങൾ. ക്രിസ്തുമസ് കഴിഞ്ഞ് കൃത്യം ഒരു മാസം. ദേ ഇന്നത്തെ പോലൊരു ദിവസം അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാൾ. ഓർമ്മയുണ്ടോ ചാക്കോച്ചി? ഓർമ്മയുണ്ടോന്നോ? വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് മുന്നോടിയായ ഒരുക്ക ശുശ്രൂഷകൾ, രാസ അർപ്പണവും കഴിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണവും കണ്ട് 7-ാം ദിനം തിരുസ്വരൂപം അൽത്താരയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നത് കാണാൻ വരാമെന്ന് പറഞ്ഞ് നീ എൻ്റെ കൈയും പിടിച്ച് പള്ളിയിൽ നിന്ന് പടിയിറങ്ങി നടന്നത് ഓർമ്മയുണ്ടോന്നോ എൻ്റെ കൊച്ചേ? ചാക്കോച്ചി, ദേ ഇന്നത്തെ പോലെ ഓർമ്മ വരുന്നു. പള്ളിമേടയ്ക്ക് താഴെ എത്തി. വെടിക്കെട്ടും കഴിഞ്ഞ് ആളൊഴിഞ്ഞ് അലങ്കോലപ്പെട്ട് കിടക്കുന്ന മൈതാനത്തിൻ്റെ വടക്ക് അരികിൽ നിന്നും കേട്ടു ഒരു കുഞ്ഞു പൈതലിൻ്റെ കരച്ചിൽ. കരച്ചിൽ കേട്ടിടം നോക്കി നമ്മൾ ഓടി. ചോരത്തുണിയിൽ പൊതിഞ്ഞ്, ചുണ്ട് വരണ്ട്, തൊണ്ട നനയ്ക്കാൻ വെമ്പൽ പൂണ്ട് കൈകാലിട്ടടിക്കുന്ന കുഞ്ഞ്. കർത്താവിൻ്റെ കരുണ കൊണ്ട് അവനിൽ ശ്വാസമുണ്ടായിരുന്നു. ചുടാ. ഏതോ ഒരു ഉൾവിളി പോലെ ഞാനവനെ വാരിയെടുത്തു. അവൻ്റെ ചുണ്ട് നനച്ചു. കണ്ണു തുറന്ന് എന്നെ അവൻ ആദ്യമായി നോക്കിയ നോട്ടം. എൻ്റെ കുഞ്ഞ്, കരുണാമയനായ ദൈവം നമ്മളെ ഏൽപ്പിച്ചു പോയ മുത്ത്. അന്ന് തൊട്ട് ഇന്നേ വരെ അവൻ നമുക്ക് സ്വന്തം മകൻ തന്നെ അല്ലയോടി കൊച്ചേ? പക്ഷേ നമ്മുടെ അമേരിക്കൻ മക്കൾക്ക് അവൻ അന്യനായി പോയല്ലോ കർത്താവേ. അവനെ നമുക്ക് പള്ളിമേടയിൽ നിന്ന് കളഞ്ഞു കിട്ടിയെന്ന് ആരോ പറഞ്ഞു കൊടുത്തു അവരോട്. പക്ഷേ അവന് നമ്മൾ അപ്പനും അമ്മയും തന്നെ അല്ലയോ എൻ്റെ മേരി കൊച്ചേ? മകൻ്റെ വാത്സല്യം എന്തെന്ന് അവനല്ലേ നമ്മളെ മനസ്സിലാക്കി തന്നത്? അതോ നമ്മുടെ അമേരിക്കൻ മക്കളോ കൊച്ചേ? ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ഒരു വല്ലായികയും വകവയ്ക്കാതെ നമ്മളെയും ശുശ്രൂഷിച്ച് കർത്താവിന് പ്രിയപ്പെട്ടവനായി അവൻ വളർന്നു. നേരാ മേരി കൊച്ചേ, നേരാ. അവനൊരു പോറലേറ്റാൽ എൻ്റെ നെഞ്ചും കൂടെ തകരും ചാക്കോച്ചിയെ, തകരും. സാധാരണ ഇത്രയും വൈകാറില്ല. ഇന്നെന്താ ഇങ്ങനെ? നീ ഇങ്ങനെ പിടക്കല്ലേ മേരി കൊച്ചേ? ദേ വരുന്നുണ്ട്.
അമ്മച്ചിയെ ദേ നോക്ക്, കുറിച്ച് തന്ന സകലതുണ്ട്. അവരെത്തുമ്പോൾ ഒക്കെ റെഡി. അച്ചോയും അമ്മച്ചിയും പോയി നല്ല വേഷമൊക്കെ ഇട്ട് ചടാന്നിങ്ങ് പോന്നാട്ടെ. നേരം പോണു. കർത്താവേ, എൻ്റെ അമ്മച്ചിയുടെ മക്കൾ ബെന്നിച്ചനും എൻ്റെ സാറാക്കൊച്ചും അമേരിക്കയിൽ നിന്ന് വരുവല്ലയോ. എൻ്റെ ചാക്കോച്ചിക്കും ചാക്കോച്ചിയുടെ മേരിക്കൊച്ചിനും ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഓ, ഈ ചോളിക്കിടന്ന് വളർന്ന എൻ്റെ സാറാക്കൊച്ചു. ഒന്ന് എളുപ്പം വന്നെങ്കിൽ കൊതിയാവുന്നു കാണാൻ. പൈലി മോനെ, ഓടി വന്നേടാ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. കർത്താവേ, എൻ്റെ ബെന്നിച്ചായൻ. ഛേ, എന്താ ഇങ്ങനെ? എൻ്റെ സാറാക്കൊച്ച്. മോനായി വാഴിച്ച് കൊതി തീർന്നില്ലേ രണ്ടാൾക്കും? ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. മോളെ സാറാക്കൊച്ചേ. ആ ഈ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെക്ക്. ദേ വച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടതെല്ലാം ഈ പൈല് റെഡിയാക്കുന്നുണ്ട്. ബെന്നിച്ചായൻ്റെ മുറിയിലെ ആ പാട്ടുപെട്ടി ഒക്കെ റെഡി മണിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സാറാക്കൊച്ച് വരച്ച ആ പഴയ പടങ്ങൾ ചില്ലിട്ട് കൊച്ചിൻ്റെ മുറിയിൽ വച്ചിട്ടുണ്ട്. രണ്ടാളും വേഗം പോയി കുളിച്ച് വേഷം മാറി വാ. അപ്പോഴേക്കും അത്താഴം റെഡി. വേഗം. അപ്പച്ച, ഇവനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നാശം. നീ എന്താ മക്കളെ ഇനിയും നന്നാവാത്തത്? അവൻ എന്ത് പിഴച്ചടാ നിനക്കൊക്കെ. അതൊക്കെ പോട്ടെ. നിങ്ങൾ രണ്ടാളും മാത്രമായി വന്നത് എന്താടാ ഇങ്ങനെ? ബെന്നി, നിന്റെ കെട്ടിയോളും മക്കളും എന്തിയേ? സാറാ, നിന്റെ കെട്ടിയനും കുഞ്ഞുങ്ങളും എന്തിയേ? എത്ര കാലമായടാ മക്കളെ അവരെ ഒരു നോക്ക് കണ്ടിട്ട്. പിന്നെ ലക്ഷങ്ങൾ മുടക്കി ആളെയും കൂട്ടി വന്നാലേ പൊന്നും കൊയ്ത് പോകാമല്ലോ. അതൊന്നും നടക്കില്ലപ്പാ. നിങ്ങൾ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കലാവും. അതേടി, പ്രാക്ടിക്കലാവാം. നീ തന്നെ അത് പറയണം. മേരി കൊച്ചേ, പിള്ളേരെ വിളിച്ചകത്ത് പോ. അത്താഴം കഴിഞ്ഞിട്ടാകാം ബാക്കി. മക്കളെ വാ, മക്കളെ വാ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. രണ്ടാളും കിടന്ന് കയറ് പൊട്ടിച്ചതുകൊണ്ടാ ഇല്ലാത്ത ലീവും എടുത്ത് ലക്ഷങ്ങളും മുടക്കി ഓടിയെത്തിയത്. ക്രിസ്മസ് ആഘോഷിക്കാൻ മക്കൾ അടുത്ത് കൂടിയേ തീരൂ എന്ന നിർബന്ധമൊക്കെ ഇനി ഒഴിവാക്കണം. കാലത്തിനനുസരിച്ച് മാറണം അപ്പാ. ഈ ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും ഇനി വേണ്ട. ഞങ്ങളെ മിനിറ്റുകൾക്കാ വില കൊടുക്കേണ്ടത്. നഷ്ടപ്പെടുത്തുന്നത് മിനിറ്റുകളുടെ വിലയാ. ബെന്നിച്ചായി, ഇനി കാര്യം പറഞ്ഞാട്ടെ. ഇതിങ്ങനെ തുടരാനാവില്ല. അപ്പച്ച, അമ്മച്ചി, ഞങ്ങൾക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ അവിടുത്തെ ലൈഫ് എക്സ്പെൻസേ
നിങ്ങൾ വിചാരിക്കുന്നതിൽ എത്രയോ വലുതാണ്. അതനുസരിച്ച് ഇൻകം ഉണ്ട്. പക്ഷെ സമയം അത് ഇതുപോലെ ഓടി വരാൻ അത് മാത്രം. അതുകൊണ്ട് നീ എന്താ നിർത്തി കളഞ്ഞത്? ബെന്നിയെ മുഴുവനാക്കടാ. ഞാൻ പറയാം. അതുകൊണ്ട് ഈ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും റിസോർട്ട് പോലുള്ള ഒരു വൃദ്ധസദനവും ഏർപ്പാടാക്കി. വൃദ്ധസദനം എന്ന് പറയാനാവില്ല, അത് ശരിക്കും ഒരു 5 സ്റ്റാർ ഹോം സ്റ്റേ. അവിടെ രണ്ടാൾക്കും ഒരു കുറവും ഉണ്ടാവില്ല. നാളെ തന്നെ സെയിൽ ഡീഡ് രജിസ്ട്രേഷൻ. വൈകുന്നേരം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. നൈറ്റ് നിങ്ങൾ രണ്ടാളെയും അവിടെയാക്കി എല്ലാം സെറ്റിൽ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകും. ഓഹോ, എല്ലാം തീരുമാനിച്ചിട്ട് ഉറപ്പിച്ച വരവ് അല്ലയോ? അപ്പോൾ മക്കളെ, നമ്മുടെ പൈലി എന്ത് ചെയ്യോടാ? പൈലി അവനെ ആൻഡ്രൂസ് അച്ഛനോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയണം. അതൊക്കെ ബെന്നിച്ചായി ചെയ്തോളും. പള്ളിക്ക് ഒരു നല്ല തുക സംഭാവന കൊടുക്കുന്നുണ്ട്. കേളപുരയ്ക്കൽ വക അത് റെക്കോർഡിലാക്കണം. അപ്പോൾ എല്ലാം ഉറപ്പിച്ചു അല്ലേ മക്കളെ? ബെന്നിച്ചോയി, സാറാ കൊച്ചെ, എന്റെ ചാക്കോച്ചിക്ക്, എന്റെ മേരി കൊച്ചിന്, അവർക്ക് ഈ വീട് പറമ്പും സ്വർഗമാ, സ്വർഗം. അവരിവിടെ കഴിഞ്ഞോട്ടെ. അവരുടെ അടുത്ത് നിന്ന് എന്നെയും പറഞ്ഞു വിടല്ലേ. നിങ്ങളുടെ വേലക്കാരനായി, അവർക്ക് മകനായി ഞാനും അവരോടൊപ്പം കഴിയട്ടെ. എനിക്ക് ഒന്നും തരണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നോൺസെൻസ്! ഇത്ര അഹങ്കാരവും! തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ. മാറി നിൽക്കടാ. മക്കളെ, ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കൂ, ഒക്കെ ശരിയാവും. നാളെ രാത്രി വരെ സമയമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പോയി വിശ്രമിച്ചാട്ടെ. ചെല്ല്. എന്റെ കുഞ്ഞ് കരയില്ലടാ. നീ കണ്ട ഈ പാപത്തിന്റെ ചെയ്തികൾ വിധിയുടെ വിളയാട്ടമാണ്. പിതാവിന്റെ വിധി പുസ്തകത്തിൽ ഇതൊക്കെ ലിഖിതപ്പെടുത്തിയിട്ടുള്ളതാണ് കുഞ്ഞേ. എനിക്ക് അതൊന്നും അറിയില്ല ചോയി. എന്റെ ചാക്കോച്ചിക്ക്, എന്റെ മേരി കൊച്ചിനും വിശക്കാതെ നോക്കാൻ എന്റെ വല്യമ്മച്ചിയെ നടത്തിച്ച് ശുശ്രൂഷിച്ച് ദീനം മാറ്റാൻ നിങ്ങൾക്ക് 3 ആൾക്കും സമയത്തിന് മരുന്നെടുത്ത് തരാൻ, പശുവും പറമ്പും നോക്കാൻ, എന്റെ അമ്മച്ചിയുടെ കണ്ണു നനയാതെ നോക്കാൻ, പള്ളിയിൽ കൂട്ടുവരാൻ. പൈലി ഇവിടെ വേണം അമ്മച്ചി, വേണം. അച്ചോയി, അവർ എന്നെ എത്ര വേണോലും തല്ലിക്കോട്ടെ. എന്നെ പറഞ്ഞയക്കല്ലെന്ന് പറ അമ്മച്ചി. ഒന്ന് പറ അമ്മച്ചി. മോനെ, അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരാം. ആരും പറയാത്ത കഥ. ദൈവം കരയുന്നവന്റെ കണ്ണീരൊപ്പിയ കഥ.
പാപികൾക്ക് നേർവഴി കാട്ടാൻ മാലാഖമാരെ കാവലേൽപ്പിച്ച കരുതലിൻ്റെ കഥ, കാരുണ്യത്തിൻ്റെ കഥ, കെരൂബിൻ്റെ കരുതൽ. ത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി പിറവി നൽകി അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആ മനുഷ്യരാശിക്ക് പിന്നെന്തുണ്ടായി? പാപങ്ങളുടെ വേലിയേറ്റത്തിൽ അറിഞ്ഞും അറിയാതെയും അവൻ ഉഴറി. പാപസങ്കിലമായ അവൻ്റെ ജീവിതയാത്രയിൽ സാന്ത്വനത്തിൻ്റെ കുളിർകാറ്റ് വീശി പ്രവാചകന്മാരും മാലാഖമാരും ദൈവനിയോഗത്താൽ കർമാനുഷ്ഠാനങ്ങൾ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടേയിരുന്നു. ആത്മസംഘർഷങ്ങളോടെ ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യവർത്തിയായ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, കെരൂബ്. മാനവികതയുടെ അപജയങ്ങളിൽ അകമുരുകുന്ന കെരൂബ്, ദേവനീതികളുടെ പരിപാലനത്തിൽ അണിവിട വ്യതിചലിക്കാത്ത കെരൂബ്, കാവലിനൊപ്പം കരുതലും കനിവോടെ കാത്ത ദേവദൂതൻ. ആ ആത്മസംഘർഷങ്ങളിലേക്ക് ഭക്ത്യാദരവോടെ ഒരു യാത്ര. കെരൂബിൻ്റെ കരുതൽ. സ്പോട്ട് ഓൺ. ആദം, ഹവ്വ, എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ആണും പെണ്ണുമായി ജന്മം നൽകിയ മനുഷ്യരാശി. ദേവതുല്യമായതെല്ലാം നിങ്ങൾക്ക് നാം നൽകി. ഭൂമിയും സർവചരാചരങ്ങളും നിങ്ങൾക്കായി നാം സൃഷ്ടിച്ചു. എന്നിട്ടും നീ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ? കരുണാമയനായ ദൈവമേ, അരുതാത്തത് നടന്നിരിക്കുന്നു. പാപങ്ങളേറ്റുവാങ്ങി ഹൗവയും ഈ ഞാനും വെന്തുരുകുകയാണ്. പ്രിയ പിതാവേ, പാപത്തിന്റെ കനി ഭക്ഷിച്ചുപോയി. മർത്യലോകത്തിന്റെ വരുംകാല തലമുറകൾക്കെല്ലാം പാപത്തിന്റെ കറ പടർത്തിയ അപരാധത്തിൽ നിന്നും മോചനമേകണേ നാഥ. ആ നാഥന്റെ സാന്നിധ്യമൊഴിഞ്ഞ നേരത്തിനായി കാത്തിരിക്കുകയായിരുന്നു നാം. എന്റെ പ്രലോഭനങ്ങൾ മർത്യന്റെ ബലഹീനതയാണെന്ന് നാം മനസ്സിലാക്കി. അവർ അതിൽ വീണു. പാപത്തിന്റെ കനി അവർ കഴിച്ചു. നമ്മുടെ വാസസ്ഥാനം നാം കണ്ടെത്തി. ഹേ സാത്താൻ, അസ്തിത്വമില്ലാത്തതാണ് അഹങ്കാരം. നമ്മുടെ സാമീപ്യം നിനക്ക് അഗ്നികുണ്ഡമാണ്. അവിടെ എരിഞ്ഞടങ്ങും നിന്റെ കുൽസിത തന്ത്രങ്ങൾ. പരമമായ സത്യം ദൈവമെന്നറിയുക. ദൈവവചനം ഉരുവിടുന്നവന്റെ മനസ്സും ശരീരവും പവിത്രമായ ദേവാലയമാണെന്നും നീ തിരിച്ചറിയുക. അവിടെ നിനക്കിടമുണ്ടാവില്ല. കടന്നുപോകൂ, കടന്നുപോകൂ.
സാത്താൻ ചേക്കേറിയ പാപികളായ ഞങ്ങൾക്ക് മോചനമില്ലേ പിതാവേ? മകളെ, നിങ്ങൾക്ക് മോചനം വിളംബമുണ്ടാക്കുമെങ്കിലും അസാധ്യമാകില്ലെന്ന് വിശ്വസിക്കുക. എന്നിൽ വിശ്വാസവും പ്രാർത്ഥനയും അർപ്പിക്കുക. നാണം മറയ്ക്കാൻ വസ്ത്രം, വിശപ്പകറ്റാൻ അന്നം. പിതാവേ, പാപത്തിന്റെ വില നന്നായി അറിയുന്നു ഞങ്ങൾ. മകനെ, നാണം മറയ്ക്കാൻ നിനക്ക് നാം വസ്ത്രങ്ങൾ നൽകുന്നു. അന്നവും പാർപ്പിടവും തുടങ്ങി വേണ്ടതെല്ലാം നിനക്കായി നാം നൽകിയ ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് നേടിക്കൊള്ളുക. പാപികളെ അകറ്റി നിർത്തുക. പാപങ്ങളെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ മാനവരാശി ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും അധിപരായി തുടരും. ഇപ്പോൾ നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടായിരിക്കുന്നു. ജാള്യത കളഞ്ഞ് പുറത്തു വരൂ. പിതാവേ, പ്രിയ പിതാവേ, നിനക്കായി നാം നമ്മുടെ പ്രതിപുരുഷനെ തന്നെ നിന്റെ കൺകണ്ട ദൈവമായി നിന്നരികിലേക്ക് അയക്കുന്നു. നിന്റെ പാപമോചനങ്ങൾക്കായി അവൻ നല്ല ഇടയനായി നിനക്കായി വർത്തിക്കും. നല്ലത് വരട്ടെ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി. പക്ഷേ ജീവവൃക്ഷത്തിൽ അതിമോഹമേറി പാപത്തിന്റെ കറവീണ് പാഴ് ജന്മങ്ങളായി ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. നാഥ, അവിടെ തിരിച്ചു പ്രവേശിച്ചാൽ മോചനമേകില്ലേ? അതെ അതെ, ആ ജീവവൃക്ഷത്തിനരികിലെത്തിയാൽ ഒരു പക്ഷേ അവിടെ നിൽക്കൂ. പിതാവിന് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. പക്ഷേ ഈ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശനമില്ലെന്നറിയുക. ആ നേർരേഖയ്ക്കിപ്പുറം യാത്ര നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചിതരാകുന്ന മുറയ്ക്ക് ഈ വഴിയിൽ നിങ്ങൾക്കെത്താം. ആ തിരുസന്നിധിയിൽ നിങ്ങൾക്കിടം നേടാം. അതുവരെ നിങ്ങൾക്കായി, നിങ്ങളുടെ വരും തലമുറകൾക്കായി നാം കാവലുണ്ടാകും. കരുതലോടെ. അല്ലയോ മഹാത്മാവേ, ആരാണങ്ങ്? ഈ നിയോഗം അനുഷ്ഠിക്കാനുള്ള സാങ്കത്യമെന്ത്? ദയവായി പറഞ്ഞു തന്നാലും. ദേവനീതികളുടെ പരിപാലനത്തിനായി നിയുക്തരായ മാലാഖമാരുടെ ഇടയനാണ് നാം. ദേവപ്രഭയുടെ ദിവ്യകിരണങ്ങൾ ഒളിമങ്ങാതെ ചിറക് വിരിച്ച് കാത്തു നിൽക്കുന്ന കാവൽക്കാരൻ. ദൈവകൃപയുടെ തേജോ കിരണങ്ങൾ ചിറകേറ്റ് പറന്ന് വിശ്വാസിയുടെ മനസ്സിൽ സാന്ത്വനത്തിന്റെ കുളിർമഴ പെയ്യിക്കുന്നവൻ. പാപങ്ങളുടെ കുരുക്കുകളിൽപ്പെട്ടുഴലുന്ന മാനവരാശിക്ക് പാപമോചനമേകാൻ നിയോഗമേറ്റ നല്ലിടയൻ. കരുതലോടെ കാവൽ നിൽക്കും. പുണ്യാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് കൺകണ്ട ദൈവമാണ്. ചെയ്തുപോയ അപരാധങ്ങളിൽ പശ്ചാത്തപിക്കുന്നു പ്രഭോ. മോചനമേകി പ്രിയ പിതാവിന്റെ തിരുസന്നിധിയിലെത്താൻ ഞങ്ങളെ അനുവദിച്ചാലും. സമയമായിട്ടില്ല കുഞ്ഞേ, ഇനിയും കർമ്മങ്ങൾ ബാക്കിയുണ്ട്. നിന്നിൽ കുടിയേറിയ പാപത്തിന്റെ വിത്തുകൾ അത്ര വലുതാണ്. മോചനത്തിനായി സൽക്കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. വരും തലമുറകളിൽ അത്
തനിയാവർത്തനമായി തുടരട്ടെ. ഇപ്പോൾ മടങ്ങിപ്പോകൂ. അങ്ങയുടെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിക്കുന്നു ഞങ്ങൾ. അവിടുത്തെ ആശീർവാദത്തിനായി ആ കരുതൽ തേടി ഞങ്ങൾ വീണ്ടും വരും. നിൽക്കവിടെ. ആരാണ് നിങ്ങൾ? ദേശങ്ങൾ കടന്ന് ദിക്കുകൾ താണ്ടി വ്യാപാരം നടത്തി എത്തിയവർ ഞങ്ങൾ. വാർദ്ധക്യമെടുത്തപ്പോൾ ദൈവനിയമങ്ങൾ അണുവിട തെറ്റാതെ നോമ്പ് നോറ്റവർ. സകലതും നേടി ഇനി ദൈവസന്നിധിയിലേക്ക്, ജീവവൃക്ഷത്തിനരികിലേക്ക് ഞങ്ങളെ നയിച്ചാലും. അതെ അതെ. സാധ്യമല്ല. തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ. സൂക്ഷിച്ചു നോക്കൂ. അറിയുമോ അവനെ? ക്ഷമിക്കണം, തീരെ മനസ്സിലാവുന്നില്ല അല്ലേ? കണ്ണടയ്ക്കൂ. കാണൂ നിങ്ങൾ നടത്തിയ ആ കൊടും ചതിയുടെ കഥ. ലൈറ്റ് ഓഫ്. LED റെസൊല്യൂഷൻ 0. LED റെസൊല്യൂഷൻ 0. ലൈറ്റ് ഓൺ. LED. പശിക്കുതമ്മോ, പശിക്കുത് അമ്മോ, 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 പശിക്കുതമ്മോ, പശിക്കുത്. മുത്തോരേ മുത്യാരമ്മോ, കായൊന്നും കാണണില്ലേ ഈ കാട്ടിൽ, കായൊന്നും കാണണില്ലേ മുത്തോരേ മുത്യാരമ്മോ, കായൊന്നും കാണണില്ലേ കാട്ടിൽ, കായൊന്നും കാണണില്ലേ കട്ടോരേ കാക്കണാരോ, കാട്ടിന്ന് കട്ടോരെ കാക്കണാരോ കട്ടോരെ കാക്കണാരോ, കാട്ടിന്ന് കട്ടോരെ കാക്കണാരോ പുത്താരേ മുത്യാരമോ, കായൊന്നും കാണണില്ലേ തേങ്കൂട് മുത്തിക്കുടിക്കണ കാട്, തേൻ തന്ന് പട്ടിണി മാറ്റണ കാട്, മരുത് മലയേറിയ ചന്ദിരക്കാട്, മാനത്ത് പൊന്മുട്ട വിരിയണ കാട്, എല്ലാം കട്ടോണ്ട് പോയല്ലോ മുത്തോരേ, കട്ടോരെ കാത്തോണ്ടിരിക്കണോ മുത്തോരേ, കട്ടോരെ കാത്തോണ്ടിരിക്കണോ മുത്തോരേ, കുഞ്ഞോളും കുഞ്ഞോനും പിടയണ മുത്തോരേ, കുഞ്ഞോളും കുഞ്ഞോനും പിടയണ മുത്തോരേ, പട്ടിണിയാലൊരു ചങ്ക് പിടയണ മുത്തോരേ, പട്ടിണിയാലൊരു ചങ്ക് പിടയണ മുത്തോരേ, പിച്ചില്ല പൂവില്ല കായില്ല കനിയില്ല
കട്ടോണ്ട് പോയോരെ കാക്കല്ലേ മൂത്തോരെ, കട്ടോണ്ട് പോയോരെ കാക്കല്ലേ മൂത്തോരെ, കട്ടോണ്ട് പോയോന്റെ കരണത്തടിച്ചെന്റെ കുട്ടിയോള് കൂട്ടേണ്ട തേൻ കൂമ്പ് കൊണ്ടുവാ, കട്ടോണ്ട് പോയോന്റെ കരണത്തടിച്ചെന്റെ കുട്ടിയോള് കൂട്ടേണ്ട തേൻ കൂമ്പ് കൊണ്ടുവാ. പശു കൊണ്ട് പെടയാണ് പ്രാണൻ വെടിയാണ്, പശു കൊണ്ട് പെടയാണ് പ്രാണൻ വെടിയാണ്. പച്ചോല കൊമ്പിളിൽ ഒരു തുള്ളി കൊണ്ടുവാ, പച്ചോല കൊമ്പിളിൽ ഒരു തുള്ളി കൊണ്ടുവാ, ഒരു തുള്ളി കൊണ്ടുവാ, ഒരു തുള്ളി കൊണ്ടുവാ. ഏനെന്റെ ചങ്കും പറിച്ചു കൊടുപ്പേനേ പൊന്നേ, കട്ടോണ്ടുപോയോനു വേണ്ടതെങ്കിൽ. ഏനെന്റെ ചങ്കും പറിച്ചു കൊടുപ്പേനേ പൊന്നേ, കട്ടോണ്ടുപോയോനു വേണ്ടതെങ്കിൽ. ഒരു മുട്ടിത്തേനും തിനയുമായി ഏൻ വരും, മുത്തേനി കുട്ടിയോളെ കാത്തോ പൊന്നേ. ഒരു മുട്ടിത്തേനും തിനയുമായി ഏൻ വരും, മുത്തേനി കുട്ടിയോളെ കാത്തോ പൊന്നേ. മുത്തേനി കുട്ടിയോളെ കാത്തോ പൊന്നേ, മുത്തേനി കുട്ടിയോളെ കാത്തോ പൊന്നേ. ലൈറ്റ് ഓഫ്. ഓർക്കുന്നുവോ, വലിയ വ്യാപാരികളാകുന്നതിനു മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഭാണ്ഡമഴിഞ്ഞത് കണ്ടില്ലേ? അവന് നിങ്ങൾ നൽകിയ പീഡകൾ ഏറ്റുവാങ്ങിയത് കർത്താവാണെന്നറിയുക. കർത്താവിന്റെ ഇഷ്ടതോടനായി അവൻ തിരുസന്നിധിയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കുന്നു. ഈ ഇടം നിങ്ങൾക്ക് അപ്രാപ്യമെന്നറിയുക. മടങ്ങിപ്പോകൂ. പാപങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകാനുള്ള വിധി ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രഭു. എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു മോചനം. ആ പ്രാർത്ഥനയോടെ ഞങ്ങൾ യാത്രയാവുന്നു. ഏദൻ തോട്ടത്തിൽ അരങ്ങേറിയ പാപങ്ങളുടെ വിളയാട്ടം തിരുകൃപയില്ലാത്ത മാനവരിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവ സാന്നിധ്യമുള്ള സത്കർമ്മികൾക്കായി ഈ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. കെരൂബിന്റെ കരുതലോടെ അവർ പിതാവിനരികിലെത്തും. ലൈറ്റ് ഓഫ്.
LED 0. എന്റെ ചാക്കോച്ചി, അമ്മച്ചി, കർത്താവേ, അങ്ങെന്താണ് അവരോടൊപ്പം എന്നെയും കൂട്ടാത്തത്? കെരൂബ്, അവിടത്തെ കാവലും കരുതലും കഥ പറഞ്ഞു തന്ന എന്റെ അമ്മച്ചി എന്നെ തനിച്ചാക്കി. എന്നെ തനിച്ചാക്കി. Light off. LED 0. പൈലി, നീ ദൈവകൃപ നേടിയവനാണ്. പിതാവിൻ്റെ പ്രിയപുത്രനാണ് നീ. നിന്റെ പ്രിയപ്പെട്ടവർ തിരുസന്നിധിയിലെത്തിയത് നീ കണ്ടില്ലേ? പ്രാർത്ഥനയും സത്കർമ്മങ്ങളും തുടരുക. സത്കർമ്മികൾക്കെന്നും കെരൂബിന്റെ കാവലും കരുതലും ഉണ്ടാകുമെന്നറിയുക. നല്ലതു വരട്ടെ. പ്രിയമുള്ളവരെ, കെരൂബിൻ്റെ കരുതലിനെ സാക്ഷാത്കരിച്ചവർ കഥാഗതിക്രമത്തിൽ: ചാക്കോച്ചി യു ഗോപാൽ, മേരിക്കൊച്ച് സൂസൻ ലൂക്ക്, പൈലി മഹേന്ദ്രനാഥ്, ബെനിച്ചായി ആൻഡോ ബോണിഫസ്, സാറാ കൊച്ച് ബീന സതീഷ്, ഹൗവ ഷിജി അനിൽ, ആദം അനിൽകുമാർ, കെരൂബ് GR ജയകൃഷ്ണൻ, വ്യാപാരികൾ ശശിധരൻ നായർ, SR നായർ, മാധൻ പത്മകുമാർ, മുത്തി GR ശ്രീകല. കഥ, സംഭാഷണം, കവിത സുരേന്ദ്രൻ നായർ. സംവിധാനം ശ്രീ ജയൻ തൊഴുവങ്കോട്.
പ്രിയമുള്ളവരെ, ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഒത്തിരി കണ്ണി നിറയിച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ കാലാനുവർത്തിയായ ചില കാര്യങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ തീം ജനറേറ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെ പര്യവസാനിച്ചത് കെരൂബിൻ്റെ കരുതലോടുകൂടെ മാലാഖമാരായി വിശേഷിപ്പിച്ചിട്ടുകൊണ്ടാണ്. ഒരു പ്രത്യേകതയുള്ള ഒരു കഥയായി, കഥാപാത്രങ്ങളായി രംഗത്ത് വന്ന എല്ലാവർക്കും, ഇത് കണ്ടിരുന്ന് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ശ്രീരഞ്ജിനി മ്യൂസിക് ഫോറത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.